വെറും 3 സെക്കൻഡ് രൂപ 10 കോടി. നയൻതാര അധികം വൈകാതെ തന്നെ അകത്തു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം 1999 നടന്നേക്കുന്ന ഒരു ഇൻസിഡന്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ് സിനിമയിലെ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഇവിടെ ശരിയെന്നും ആരാണ് ഇവിടെ തെറ്റെന്നും. ധനുഷ് കേസ് വിജയിക്കുമോ, നയൻതാര അകത്ത് പോകുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് ചെറിയൊരു കേസല്ല, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണെന്നൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം എന്നുള്ളൊരു കാര്യം ഞാൻ മസ്റ്റ് വാച്ച് ആയിട്ട് പറയുന്നില്ലെങ്കിലും നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുന്നുള്ളൊരു കാര്യം എനിക്കറിയാം. കാരണം ആള് നയൻതാരയാണ്, ദി ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൂടിയാണ്. നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന് പറയുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഇഷ്യൂ എന്തുകൊണ്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് ഇതൊരു പക്ഷേ ഈ സിനിമയെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഒരു റീച്ച് വലിയ രീതിക്ക് അത് എത്തിക്കാനായിട്ടുള്ള ഒരു സംഭവമായിട്ടായിരിക്കുമോ എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ അങ്ങ് വിട്ട് കളഞ്ഞൊരു ടോപ്പിക്ക് പിന്നീട് ഞാൻ നോക്കുന്ന സമയത്താണ് ഒരു കാര്യം കാണാൻ പറ്റിയത്. 3 സെക്കൻഡിന് വേണ്ടിയിട്ട് പ്രിവിക്കകത്ത് കാണിച്ചിരിക്കുന്ന ട്രെയിലറിനകത്ത് കാണിച്ചിരിക്കുന്ന 3 സെക്കൻഡിന് വേണ്ടിയിട്ട് അതിക്രൂരനായിട്ടുള്ള ധനുഷ് ചോദിച്ചേക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 10 കോടി രൂപയാന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കുറേയധികം നന്മയോളി ഫാൻസുകൾ കമന്റ് ഇടുന്നതായിട്ട് കാണാൻ പറ്റിയായിരുന്നേ. അതായത് നയൻതാര ഫാൻസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3 സെക്കൻഡിന് വേണ്ടിയിട്ട് 10 കോടി രൂപയ്ക്ക് മേടിക്കുന്നത് ശരിയാണോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേയധികം കമന്റുകൾ കാണാൻ പറ്റിയായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആയിട്ടുള്ള നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന് പറയുന്ന ഞാൻ ഒരിക്കലും കാണാനായിട്ട് സാധ്യത ഇല്ലാത്ത ഒരു ഡോക്യുമെന്ററി ആയിട്ട് പോലും ഒന്ന് കാണാനായിട്ട് നോക്കി. കണ്ട സമയത്താണ് ഒരു കാര്യം കാണാൻ പറ്റിയത്. 3 സെക്കൻഡ് അല്ല, 2-3 സെക്കൻഡ് അല്ല, 23 സെക്കൻഡ് വീഡിയോ ആണ് ബേസിക്കലി വിത്തൗട്ട് ദി പെർമിഷൻ. വിത്തൗട്ട് ദി പെർമിഷൻ എന്ന് പറയുന്ന സമയത്ത് വണ്ടർ ബാർ ഫിലിംസിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ധനുഷിന്റെ സമ്മതം ഇല്ലാതെ നയൻതാരയും നെറ്റ്ഫ്ലിക്സും കൂടി ചേർന്നുകൊണ്ട് ആ സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസുകളും മറ്റ് ഷോർട്സുകളൊക്കെ വെച്ച് ഉപയോഗിച്ചേക്കുന്നത് 23 സെക്കൻഡ്സിന്റെ വിഷ്വൽസ് ആണ്. 23 സെക്കൻഡ്സിന്റെ വിഷ്വൽസ് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ആക്ട് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. സെക്ഷൻ 70 ഓഫ് ദ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനുഷാണോ ശരി, നയൻതാരയാണോ ശരി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതിനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് തമിഴ് സിനിമയിൽ തന്നെ സംഭവിച്ചേക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. 1999 ഇറങ്ങിയേക്കുന്ന ഒരു സിനിമയാണ് വാലി എന്ന് പറയുന്ന അജിത്തിന്റെ സിനിമ എന്ന് പറയുന്നത്. അജിത്ത് ജ്യോതിക 2 കോംബോ കൂടി ചേർന്നുകൊണ്ട് വന്നേക്കുന്ന ഒരു വലിയൊരു സക്സസ് ആയിട്ടുള്ള സിനിമ തന്നെയായിരുന്നു വാലി എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഡയറക്ടറും സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിരുന്നത് നമ്മുടെ എസ്.ജെ. സൂര്യ ആയിരുന്നു. എസ്.ജെ. സൂര്യ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല. തമിഴിൽ അങ്ങ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സൂപ്പർ താരം എന്ന് പറയാൻ പറ്റുന്ന എസ്.ജെ. സൂര്യയാണ് അന്ന് ആ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയതും ഡയറക്ഷൻ ചെയ്തതും. ആ സമയത്ത് വാലി സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്ന വ്യക്തി എസ്.ജെ. സൂര്യയുടെ സമ്മതമില്ലാതെ ഈ സിനിമയുടെ റൈറ്റ്സ് എടുത്ത് മറ്റൊരു പ്രൊഡ്യൂസർക്ക് കൈമാറി. പിന്നീട് ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്ന് മാറുകയും ചെയ്തു. എസ്.ജെ. സൂര്യ ഈ പ്രൊഡ്യൂസർക്കെതിരെ ഒരു ഫയൽ കംപ്ലൈന്റ് ചെയ്തു. കോർട്ട് ഇത് വലിയൊരു കേസായിട്ട് മാറി. തന്റെ സമ്മതമില്ലാതെ തന്റെ റൈറ്റ്സ് എടുത്ത് താനാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയതും താനാണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്നുള്ള രീതിക്ക് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ സിനിമയുടെ റൈറ്റ്സ് മറ്റൊരാൾക്കും കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, എന്റെ സമ്മതമില്ലാതെയാണ് ഈ ഒരു റൈറ്റ്സ് ഈ പ്രൊഡ്യൂസർ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കോടതിയിൽ പോയിട്ടൊരു കേസാക്കി മാറ്റി. പിന്നീട് അവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്കൊടുവിൽ ഈ കേസിന്റെ വിധി വന്നേക്കുന്ന സമയത്ത് കോടതി പരാമർശിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 70 ഓഫ് ദ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിനെ കുറിച്ചായിരുന്നു അന്ന് കോടതി കൃത്യമായിട്ട് പ്രതിപാദിച്ചത്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഒരു സിനിമയുടെ പ്രൊഡ്യൂസർക്കാണ് ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള അധികാരം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ സിനിമയുടെ സ്ക്രീൻ പ്ലേ റൈറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കാം. അൺടിൽ നിങ്ങളൊരു സിനിമയുടെ NOC എന്ന് പറയുന്ന ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാത്തടത്തോളം നിങ്ങൾക്ക് ആ സിനിമയിൽ യാതൊരുവിധ അവകാശവുമില്ല. ഈ സിനിമയുടെ പ്രൊഡ്യൂസർക്കാണ് ആ കഥയിന്മേലുള്ള ഒരു അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ ഒരു കേസിനകത്ത് എസ്.ജെ. സൂര്യ തോൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഒന്നും കൂടി ഈ ഒരു സംഭവത്തിനെ കുറിച്ച് കുറച്ചും കൂടി ഇന്റൻസിറ്റിയോടുകൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന LCU മൂവീസിനെ കുറിച്ച് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കൈദി, വിക്രം ആൻഡ് ലിയോ എന്ന് പറയുന്ന 3 സിനിമകളെ കുറിച്ച് തന്നെ പറയുന്ന സമയത്ത് നമുക്കറിയാം കൈദി എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഡ്രീം വാലി പിക്ചേഴ്സ് ആണ്. വിക്രം എന്ന് പറയുന്ന സിനിമ ചെയ്തേക്കുന്നത് കമൽഹാസന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ലിയോ എന്ന് പറയുന്ന സിനിമ ചെയ്തേക്കുന്നത് ബേസിക്കലി 7 സ്ക്രീൻ സ്റ്റുഡിയോസ് ആണ്. 3 ഡിഫറെന്റ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഹെഡ് എന്ന് പറയുന്നത്, അതിന്റെ റൈറ്റർ എന്ന് പറയുന്നതും ഡയറക്ടർ എന്ന് പറയുന്നതും ലോകേഷ് കനകരാജിനെയാണ്. നമുക്കറിയാം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ച് തന്നെ പറയുന്ന സമയത്ത് അതൊരു വലിയ ടോപ്പിക് തന്നെയാണ്, എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷേ ലോകേഷ് കനകരാജാണ് ഈ സിനിമയുടെ റൈറ്റർ എന്നുണ്ടെങ്കിലും ഡയറക്ടർ എന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ യാതൊരുവിധ അവകാശവും യഥാർത്ഥത്തിൽ ലോകേഷ് കനകരാജിന് ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നേക്കുന്ന കുറച്ച് നാൾ മുമ്പ് വന്നേക്കുന്ന ഒരു ന്യൂസ് പല ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും.
LCU സിനിമകളെ ഒരുമിച്ചാക്കാനായിട്ട് ഒരു പുതിയൊരു NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് 3 പ്രൊഡക്ഷൻ കമ്പനികൾ കൂടി ഒപ്പിടുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്, ഓൾറെഡി ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ലിയോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ന്യൂസ് വന്നായിരുന്നേ. അതായത് ലിയോ സിനിമയിൽ മറ്റ് സിനിമകളിലുള്ള മറ്റ് കൈദിയാണെങ്കിലും വിക്രം സിനിമയിലാണെങ്കിലും ഉള്ള മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലിപ്സുകളാണെങ്കിലും ഒക്കെ മറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടുള്ള 3 കമ്പനികൾ കൂടി ഒരുമിച്ച് സൈൻ ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ബേസിക്കലി ലിയോ സിനിമയിൽ സംഭവിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു സിനിമയുടെ റൈറ്ററും ഡയറക്ടറും സെയിം ആളാണെന്നുണ്ടെങ്കിൽ പോലും ആ സിനിമയിലുള്ള ഡയറക്ടർക്കും അല്ലെങ്കിൽ റൈറ്റർക്ക് പോലും അതേ കഥയിനെടുത്ത് മറ്റൊരു സിനിമയിലോട്ട് കൊണ്ടുവയ്ക്കാനായിട്ടുള്ള അവകാശമില്ല. അല്ലെങ്കിൽ കമ്പോസർക്ക് മറ്റൊരാളുടെ വർക്ക് എടുത്തിട്ട് ഇവരുടെ സ്വന്തം വർക്കിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന LCU സിനിമകൾ എന്നൊക്കെ പറയുന്നത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് ഈ 3 സിനിമകളിൽ നിന്നുള്ള ക്ലിപ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നിന്നുള്ളൊരു എക്സാമ്പിൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകേഷ് കനകരാജിന് തന്നെ യാതൊരുവിധ റോളും ഇല്ല, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനാണ് കംപ്ലീറ്റ് റോൾ എന്ന് പറയുന്ന സമയത്ത് കറണ്ട് സിറ്റുവേഷനിലോട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നാന റൗഡി എന്ന് പറയുന്ന സിനിമയുടെ റൈറ്റർ എന്ന് പറയുന്നതും ഡയറക്ടർ എന്ന് പറയുന്നതും വിഘ്നേഷ് ശിവനാണ്, നയൻതാരയുടെ ഹസ്ബൻഡാണ്. നയൻതാരയാണ് ഈ സിനിമയുടെ നടി എന്നൊക്കെ പറയുന്ന സമയത്ത് നാന റൗഡി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ധനുഷാണ്. അതായത് ധനുഷ് എന്ന് പറയുന്ന ആൾക്കാണ് ഈ സിനിമയിൽ മേലുള്ള കംപ്ലീറ്റ് അവകാശം എന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ റൈറ്റർ ആരായാലും ശരി, നടി ആരാണെങ്കിലും നടൻ ആരാണെങ്കിലും, ഇനി വിജയ് സേതുപതി ആയാൽ പോലും ആർക്കും ഈ സിനിമയിൽ മേൽ യാതൊരുവിധ അവകാശവും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ധനുഷ് ചോദിക്കുന്ന കോമ്പൻസേഷൻ ധനുഷിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ക്ലിപ്പ് മറ്റൊരാളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധനുഷിന് ചോദിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇമോഷൻ വൈസ് ചോദിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ ധനുഷിന്റെ ഇഷ്ടമാണ്. പക്ഷെ ധനുഷ് ഇത് വലിയൊരു കേസാക്കി മാറ്റിയേക്കാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കോർഡിംഗ് ടു സോഴ്സസ് ഇൻഫോർമേഷനൊക്കെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധനുഷ് ഒട്ടും പിന്മാറിയിട്ടില്ല. നയൻതാരയ്ക്കെതിരെ ഒരു കടുപ്പമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് 24 മണിക്കൂറത്തെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതൊരു കേസാക്കി മാറ്റുമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു കൃത്യമായിട്ട് വന്നിരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻതാരയ്ക്കെതിരെ ഒരു വലിയ രീതിക്കുള്ള ഒരു കേസ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സെക്ഷൻ 17 ഓഫ് ദ കോപ്പിറൈറ്റ് ആക്ട് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധനുഷ് ചോദിക്കുന്ന കോമ്പൻസേഷൻ നയൻതാര ആൻഡ് നെറ്റ്ഫ്ലിക്സ് ഇവർ രണ്ടുപേരും നൽകേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അക്കോർഡിംഗ് ടു ദ ലോ കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻതാര ധനുഷിനെതിരെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടേക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ട്വിറ്ററിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ നയൻതാര ഈ ഇഷ്യൂനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് മറ്റൊക്കെ ചെയ്തായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് ധനുഷിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ധനുഷിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഓപ്പൺ ആയിട്ടാണ് നയൻതാര പല സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞേക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ അവസാനം ഒരു ഓം നമ ശിവായക്ക് വെച്ചേക്കുന്ന സമയത്ത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധനുഷ് ലീഗലായിട്ട് പോയിരിക്കുന്ന സമയത്ത് കോമ്പൻസേഷൻ മാത്രമായിരിക്കില്ല, നേരെ മറിച്ച് ധനുഷിന് ഡീഫമേഷൻ കേസും കൂടി കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് തനിക്കെതിരെ മറ്റൊരാൾ മോശമായിട്ട് പരാമർശങ്ങൾ നടത്തി പബ്ലിക്കായിട്ട് നടത്തി എന്നുള്ളതിന്റെ അതിന്റെ പേരിലും ഒരു വലിയൊരു കേസ് ആവാനായിട്ടുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആയിട്ടുള്ള നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന് പറയുന്ന ആ ഒരു ഫെയറി ടെയിലിന്റെ ഒരു വലിയൊരു ഇഷ്യൂ വന്നിരിക്കുന്ന സമയത്ത് 2 വർഷം മുമ്പേ തന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഡോക്യുമെന്ററി റിലീസ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള NOC കിട്ടാത്തതിന്റെ പേരിൽ നയൻതാരയ്ക്ക് ഈ ഒരു അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിന് ഈ ഒരു റിലീസ് കുറച്ച് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡോക്യുമെന്ററി റിലീസ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി വളരെ നല്ലത് തന്നെയായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം കാണാത്ത ആൾക്കാർ പോലും നയൻതാരയുടെ ഈ ഒരു ഡോക്യുമെന്ററി കാണാനായിട്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് നെറ്റ്ഫ്ലിക്സ് തന്നെ പുറത്തുവിട്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് വലിയൊരു ട്രെൻഡിങ്ങിലോട്ട് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഉദ്ദേശം കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ മറ്റൊരു സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഡോക്യുമെന്ററി റിലീസ് ചെയ്തതിന് ശേഷം ഇനി നയൻതാര ഫേസ് ചെയ്യാനായിട്ട് പോകുന്ന ലീഗൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അത് വെറും കോമ്പൻസേഷൻ മാത്രമായിരിക്കില്ല, നേരെ മറിച്ച് ഡീഫമേഷൻ കേസും കൂടി ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു സൈഡിൽ വലിയൊരു ചർച്ച നടക്കുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻതാരയ്ക്കെതിരെ കുറേയധികം ക്യാമ്പയിനുകൾ നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നയൻതാര അഭിനയിച്ചിരിക്കുന്ന പല സിനിമകളിലുള്ള പ്രൊഡ്യൂസേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നയൻതാര പല സിനിമകളിലും സൈൻ ചെയ്ത് പോയതിനു ശേഷം സിനിമ കഴിഞ്ഞതിന് ശേഷം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളും വരാറില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നാന റൗഡി എന്ന് പറയുന്ന സിനിമയിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി സിനിമയുടെ നഷ്ടമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് സിനിമ വലിയ രീതിക്ക് വിജയിച്ചില്ല, ബിസിനസ് വൈസ് സിനിമ ഒരു നഷ്ടമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു കേട്ടോ നാനോ റൗഡി എന്ന് പറയുന്ന സിനിമ. ആ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും നയൻതാരയാണെങ്കിലും വിജയ് സേതുപതിയുടെ കോമ്പോക്കെ ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു, പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും ഈ സിനിമ ബിസിനസ് വൈസ് ഒരു ചെറിയൊരു മോശമായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്, ഒരു ഡിപ്പായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നയൻതാരയുടെ അഭിനയം കൊണ്ട് തന്നെ ആയിരുന്നു ഉള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതൊരു വേദിയിൽ വെച്ച് നയൻതാര ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു അവാർഡ് നൈറ്റിന് അന്ന് നയൻതാര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ധനുഷിന് എൻ്റെ അഭിനയം ഇഷ്ടമായിരുന്നില്ല. And I have to say sorry also to Dhanush because
Dhanush absolutely hated my performance. ഞാൻ റൗഡീന എന്ന് പറയുന്ന സിനിമയിലുള്ള എൻ്റെ അഭിനയം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോറി ഒക്കെ പറയുന്ന ഒരു വീഡിയോ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. എന്തിനാണെങ്കിലും സംഭവം ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. നല്ല രീതിക്കുള്ള ഒരു #, ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. കങ്കുവയുടെ ഒരു #, ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ബേസിക്കലി ഒരു ട്രെൻഡിങ് ഇഷ്യൂ കയറി വന്നത്. സ്വാഭാവികമായിട്ടും നയൻതാര എന്ന് പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാറും തൊട്ടപ്പുറത്ത് ധനുഷ് എന്ന് പറയുന്ന ഒരു വലിയൊരു സൂപ്പർ താരം കൂടി നിൽക്കുന്ന സമയത്ത് രണ്ടുപേരുടെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു വലിയൊരു പോട്ടി, തമിഴ് ഭാഷ പറയുകയാണെങ്കിൽ പോട്ടി എന്ന് പറയാലോ. ഈ ഒരു പോട്ടി നല്ല രീതിക്ക് ഒരു അടിപൊളി ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. കഴിഞ്ഞ ദിവസം ധനുഷ് ആൻഡ് നയൻതാരയുടെ കോമ്പോയിലുള്ള പല സിനിമകളും പല ചാനൽസിലും ടെലികാസ്റ്റ് ചെയ്യുന്നൊക്കെ ആയിട്ട് കാണാൻ പറ്റിയായിരുന്നു. എനിവേസ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ചെയ്തേക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും? കാരണം ഒരു മാനുഷിക പരിഗണന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സെക്കൻഡ് കേസൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന രീതിക്ക് ഒരു വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സെക്കൻഡ് അല്ല, 23 സെക്കൻഡ് വിഷ്വൽസ് ആണ് വിത്തൗട്ട് ദി പെർമിഷൻ. അത് BTS ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദ സീൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ യൂസ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പഠിച്ചിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ആൾ സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.